അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരു മനസ്സ്, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനസ്സ്, ഇതാണ് നമുക്ക് ഈ റമദാനിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെയാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ കാണാൻ ഭംഗിയില്ലാതിരുന്ന ഒരു സ്വഹാബിയാണ്. മുഖത്തൊക്കെ ഒരുപാട് കലകളും പാടും മുഴകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്വഹാബിയാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നബിതങ്ങളുടെ ജീവിതം വലിയ അത്ഭുതമാണ്. തങ്ങൾ വളരെ കാഷ്വൽ ടോക്ക്, അവിടുത്തെ സ്വഹാബികളുമായി അനുചരന്മാരുമായി ഇൻഫോർമൽ ടോക്കുകൾ ഉണ്ടാവും. അപ്പൊ നബി തങ്ങൾ ചോദിക്കുകയാണ്, ജുലൈബീബ് എന്താ വിശേഷം? കുഴപ്പമൊന്നുമില്ല നബിയെ. കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഞാനോ? എനിക്കാരാ നബിയെ കല്യാണം കഴിച്ചു തരാ? എന്റെ കോലോ എന്റെ രൂപ കണ്ടില്ലേ നബി, എനിക്ക് ആരെങ്കിലും കല്യാണം കഴിച്ചു തരുമോ? എന്നോട് കല്യാണം കഴിച്ചെന്ന് ചോദിക്കേ. അന്ന് അങ്ങനെ വലിയ അത്ഭുതമാണ്. കാരണം വിവാഹം ചെയ്യുന്നത് തന്നെ അന്ന് ഒരു ആർഭാടത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കപ്പെടാറുണ്ട്. കാരണം മഹർ കൊടുക്കാൻ കഴിയുന്ന ആളാണ് അവിടെ വിവാഹം ചെയ്യുക. നമ്മളിപ്പോ ആണായിട്ട് നിന്നെടുത്താൽ മതി. വാപ്പ എന്ത് ചെയ്യണം? മഴ പെയ്തുണ്ടോ? മാഷാ അല്ലാഹ്, നല്ല മഴയാണ്. മാഷാ അല്ലാഹ്. ഇത് ബേസിന്റെ കാറ്റാണോ മഴന്റെ കാറ്റാണോ? മഴേണ്ടതാ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ നിഅമത്ത് ആർക്കും ബുദ്ധിമുട്ടും പ്രയാസമാവാത്ത രീതിയിൽ അള്ളാഹു നല്ല മഴ നമുക്ക് നൽകട്ടെ. കാരണം ഒരുപാട് നമ്മുടെ ജില്ലയിൽ തന്നെ ഒരുപാട് ചൂടനുഭവിച്ച ഏരിയയാണ് നമ്മുടെ ഈ പാലക്കാടിന്റെ ഈ പരിസര പ്രദേശങ്ങളൊക്കെ. നല്ല ചൂടായിരുന്നു ഇവിടെ, അല്ലെ? അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല മഴ വേണം, അത് ബുദ്ധിമുട്ടില്ലാത്ത മഴ വേണം ഇൻഷാ അല്ലാഹ്. ഒരു പ്രളയമോ കെടുതിയോ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത അള്ളാഹുവിന്റെ അനുഗ്രഹമായി പെയ്യുന്ന മഴ അള്ളാഹു നമുക്ക് എമ്പാടും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ജുലൈബീബ് തങ്ങൾ ചോദിച്ചു, നബിയെ എനിക്കാരാ നബിയെ കല്യാണം കഴിച്ചു തരാ? എനിക്കാരും. വന്ന് മഹർ കൊടുത്തിട്ടാ കല്യാണം കഴിക്കുക. അപ്പൊ മഹർ കൊടുക്കാനുള്ള കഴിവുണ്ടാകുമ്പോഴാണ് വിവാഹിതനാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ വലിയൊരു ലക്ഷ്യം തന്നെ പല ആളുകൾക്കും പെട്ടെന്ന് കല്യാണം കഴിക്കണം, അതിന് വേഗം മഹർ സമ്പാദിക്കണം. അതുകൊണ്ട് അടിച്ചു പൊളിക്കാതെ എന്ത് ചെയ്യുക, കിട്ടുന്ന കാശ് ഒരുമിച്ച് കൂട്ടി മഹർ കൊടുക്കാനായി കഴിഞ്ഞാൽ ജീവിത സഹധർമ്മിണിയെ സ്വീകരിക്കണം എന്ന് ലക്ഷ്യമാണ്. അങ്ങനെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നപ്പോ ഒരു ജാഫറാനിന്റെ ഒരു അത്തറിന്റെ അടയാളം മഞ്ഞ നിറം ഡ്രസ്സിൽ കണ്ടത്. അന്നത്തെ അത്തറിന് അങ്ങനെ ഒരു നിറം വരും തേച്ചു കഴിഞ്ഞാൽ. അത്തർ അത് കല്യാണം കഴിക്കുന്ന പുതിയാപ്പിളമാരൊക്കെയാണ് അന്നത് അത് ഉപയോഗിക്കുക. നല്ല ഒരു ജാഫറാനിന്റെ ഒരു മസ്കിന്റെയും കസ്തൂരിയുടെയും സുഗന്ധമുള്ള ഒരു മഞ്ഞ നിറത്തിലുള്ള സുഗന്ധമുണ്ട്. അപ്പൊ തങ്ങള് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരെ കണ്ടപ്പോ ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സുഗന്ധമുണ്ടല്ലോ വസ്ത്രത്തിൽ, കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചു. ആ നബിയെ, ഇന്നലെ ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നോക്കണം, വളരെ സിമ്പിളാണ്. മദീന എന്ന് പറയുന്നത് ചെറിയ രാജ്യമാണ്, വളരെ ചെറിയ പ്രദേശമാണ്, വളരെ ചെറുത്, ചെറിയൊരു മഹല്ല് പോലെയാണ്. ഇപ്പോഴാണത് വലുതായത്, അന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ജന്നത്തുൽ ബഖയിൽ പോയവർക്ക് കാണാൻ പറ്റും. ജന്നത്തുൽ ബഖയിൽ പകുതിയോളം കഴിഞ്ഞതിന് ശേഷം ഉസ്മാൻ തങ്ങളുടെ ഖബർ. ഉസ്മാൻ തങ്ങളുടെ വഫാത്ത് നടക്കുന്ന സമയത്ത് അന്നത്തെ ഘാതകർ, ഉസ്മാൻ തങ്ങളെ വധിച്ച ദുഷ്ടന്മാരായ അന്നത്തെ രാഷ്ട്രീയക്കാർ, അവര് ബഹുമാനപ്പെട്ടവരുടെ ഖബർ ജന്നത്തുൽ ബഖയിൽ മറവ് ചെയ്യാൻ വിട്ടിട്ടില്ല. അങ്ങനെ മദീനയുടെ പുറത്താണ് മറവ് ചെയ്തതെന്ന്. ഈ മദീനയുടെ പുറത്ത് എന്ന് പറഞ്ഞത് ഇന്ന് ജന്നത്തുൽ ബഖയിന്റെ ഭാഗമാണ്, പക്ഷെ അന്നത് മദീനയുടെ പുറം ഭാഗമാണ്. നോക്കണം, അപ്പൊ അത്രയും ചെറിയ പ്രദേശമാണ്. ഇന്നത് മദീനയാണ്, പക്ഷെ മറവ് ചെയ്തത് അന്നത്തെ കണക്ക് പ്രകാരം മദീനയുടെ പുറത്താണ്, കാടൻ പ്രദേശത്തായിരുന്നു. കാരണം മറവ് ചെയ്യാൻ വിട്ടിട്ടില്ലായിരുന്നു അന്നത്തെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ വന്ന ആളുകൾ, അവരെ വധിച്ചിരുന്ന ആളുകൾ. ഷഹീദാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അപ്പോ അങ്ങനത്തെ ഒരു മദീനയിൽ തന്റെ കൂട്ടുകാരൻ കല്യാണം കഴിച്ച് നബി തങ്ങൾ അറിയുന്നത് എപ്പോഴാ? ഡ്രസ്സിൽ ഈ കസ്തൂരിയുടെ ഇത്. അപ്പൊ നബി തങ്ങൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇത്ര പെട്ടെന്നോ എന്ന് ചോദിച്ചു. കാരണം 4 ദിർഹമാ കയ്യിലുണ്ടായിരുന്നത് മദീനയിലേക്ക് വന്നപ്പോ. 4 ദിർഹം. തങ്ങൾ പറഞ്ഞു, എല്ലാവരും കച്ചവടം തുടങ്ങണമെന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അലൈക്കും ബിസ്സൂഖ് ലാ തദഉഹാ ലിൽ യഹൂദ്. നിങ്ങൾ കച്ചവടം ചെയ്യണമേ, കച്ചവടം ചെയ്യണം. മാർക്കറ്റ് ജൂതന്മാർക്ക് മാത്രമായി വിട്ടുകൊടുക്കരുത്, നിങ്ങളും കച്ചവടം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ വന്ന് പറഞ്ഞത്, നബിയെ 4 ദിർഹം കൊണ്ട് എന്ത് ബിസിനസ് തുടങ്ങാനാ നബിയെ? എന്തെങ്കിലും കിട്ടുമോ 4 ദിർഹം കൊണ്ട് എന്ന് ചോദിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, നിങ്ങളുടെ കൈ ഒന്ന് നീട്ടിയാട്ടെ എന്ന് പറഞ്ഞു. കൈ നീട്ടി കൊടുത്തു. ആ പരിശുദ്ധമായ കൈ നബി തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ ഫീ സഫഖതി യദി. അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചെയ്യുന്ന കച്ചവടത്തിൽ നീ ബറക്കത്ത് കൊടുക്കണം തമ്പുരാനെ. നബി തങ്ങൾ ചെയ്ത ദുആയാണ്. കച്ചവടങ്ങൾ പൊടിപിടിക്കാൻ തുടങ്ങിയതാണ്. അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ പറയാ,
ഞാൻ ചില പാറക്കല്ല് വരെ ഉരുട്ടി നോക്കുമ്പോ അതിന്റെ അടിയിൽ സ്വർണം കാണുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുമായിരുന്നു. അത്രക്ക് ചിലക്ക് അങ്ങനെ ഉണ്ട്. ഏത് കച്ചവടം തുടങ്ങിയാലും മെച്ചം തന്നെ, എന്ത് തുടങ്ങിയാലും ലാഭം. ചിലര് എന്ത് തുടങ്ങിയാലും നഷ്ടം. അങ്ങനെ ഉണ്ടാവും അല്ലെ? ഓരോന്നാണ് ഇത് നഷ്ടപ്പെട്ടു, ഇവിടെ നിന്ന് തുടങ്ങിയ അത് നഷ്ടപ്പെട്ടു. ചിലര് വെക്കുന്നത് മുന്നോട്ട്. അള്ളാഹു കൊടുക്കുന്ന ഓരോ അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. എല്ലാം പരീക്ഷണമാണ്. സമ്പത്ത് നൽകുന്നത് പരീക്ഷണമാണ്, സമ്പത്ത് നൽകാതിരിക്കുന്നതും പരീക്ഷണമാണ്. നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഇതാണ് അള്ളാഹു നോക്കുന്നത്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ അള്ളാഹു ഹലാല് കൊണ്ട് ഐശ്വര്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ ജുലൈബി റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിൽ നബിയെ മഹർ കൊടുക്കാനുമില്ല, പിന്നെ കാണാനൊരു ഭംഗിയോ ഗ്ലാമറോ ഒന്നുമില്ലല്ലോ നബി, എനിക്കൊക്കെ എവിടുന്ന കല്യാണം, ആരാ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ? ആ ഇടയാണ് മദീനയിലെ ഒരു പെൺകുട്ടി വിധവയായി എന്നറിയുന്നത് റസൂലുള്ളാഹി തങ്ങൾ. അവരുടെ ഭർത്താവ് ഒരു യുദ്ധത്തിൽ പോയി ഷഹീദായ സ്വഹാബിയാണ്. മദീനക്കാരിയായ ആ പെൺകുട്ടി അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന മോള്, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്ന മോളാണ് അവരെ. നബി തങ്ങൾ പറഞ്ഞു, ജുലൈബീബേ, നിങ്ങൾക്ക് ഞാനൊരു വിവാഹം കഴിച്ചു തരാം. എനിക്കോ നബിയെ? അതേ ജുലൈബീബ്, നിങ്ങൾക്ക്. ഒരു അനുയായിയുടെ വിഷമം തീർത്തു കൊടുക്കുക, അതാണ് നേതാവിന്റെ ഏറ്റവും വലിയ ഗുണം, മേന്മ. അങ്ങനെയാണ് സ്വന്തം അനുയായികളുടെ കൂടെ നിൽക്കുക. ജുലൈബീബ്, വിവാഹം ഒരു വിഷയമാണല്ലേ, ഞാൻ നിങ്ങൾക്കൊരു പുതിയ പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇന്നാലിന്റെ വീട്ടിലേക്ക് പോയിക്കോ, അള്ളാഹുവിന്റെ റസൂല് നിങ്ങളുടെ മോളെ ജുലൈബീബിന് കെട്ടിച്ചു കൊടുക്കണമെന്ന് പറയുന്നു എന്ന് അവിടെ പോയിട്ട് പറ എന്ന് പറഞ്ഞ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജുലൈബീബ് റളിയല്ലാഹു അൻഹു പോകുന്നു. വീട്ടുകാരോട് ചോദിച്ചു, അല്ല വാപ്പയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളുടെ മോൾക്കൊരു വിവാഹബന്ധം ആലോചിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ ആലോചിച്ചതോ? അതിനെന്താ കുഴപ്പോ? ആരാന്ന് ചോദിച്ചു. ഞാൻ തന്നെ, ജുലൈബീബ്. അന്നേരം വാപ്പ പറഞ്ഞു, ചില വാപ്പമാരെ പോലെ, എന്നാ പിന്നെ ഞാൻ എന്റെ ഭാര്യയോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. അതുവരെ ഓക്കെ, നബി തങ്ങളുടെ പ്രപ്പോസലാണോ, നോ പ്രോബ്ലം, നമ്മൾ സ്വീകരിക്കാൻ റെഡിയാണ്. പുതിയാപ്പിള ഇന്ന ആളാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്വരം മാറി, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ഭാര്യയോട് ചെന്ന് ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു, പിന്നെ അള്ളാഹുവിന്റെ റസൂൽ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മോൾക്ക്, ആലോചിക്കല്ലേ? ഓ, അതിനെന്താ പ്രശ്നം? ജുലൈബീബോ എന്ന് ഭാര്യയും ചോദിച്ചു. അപ്പൊ മോള് ഇത് കേട്ട്, ഈ ഡയലോഗ് സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. മോള് പറഞ്ഞു, ഉമ്മ, ഉപ്പ, വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا أن يكون لهم الخيرة من أمرهم. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹുവും ഒരു വിഷയം തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഉമ്മ, ഉപ്പ, ആ വിഷയത്തിൽ നോ ടേണിംഗ് ബാക്ക്, ഒരിക്കലും പിന്തിരിയാൻ പാടില്ലെന്നും അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും തീരുമാനം അംഗീകരിക്കണമെന്നും ഉമ്മ, അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ലേ? ജുലൈബീബ് കാണാൻ ഭംഗിയില്ലാത്തവനാണ്, ശരിയാണ്. പക്ഷേ ജുലൈബീബ് ഒരു സത്യവിശ്വാസിയല്ലയോ? ജുലൈബീബിനെ എനിക്ക് വേണ്ടി ആലോചിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലല്ലയോ ഉമ്മ? അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം നമ്മൾ അംഗീകരിക്കണ്ടയോ? ആ ആയത്തിന്റെ പേരിലാണ് ആ മോൾക്ക് മാതാപിതാക്കളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയതെന്ന്. എന്നിട്ട് കല്യാണം കഴിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശപ്രകാരം ആ പെൺകുട്ടിയെ ജീവിത സഖിയായി സ്വീകരിച്ചു ജുലൈബീബ് റളിയല്ലാഹു അൻഹു. പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തിൽ താഴെ സമയമായപ്പോഴാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിൽ പോയി ഷഹീദാവുന്നത്. പക്ഷേ അള്ളാഹുവിനനുസരിച്ചു എന്ന വലിയൊരു ത്യാഗം ആ കുട്ടി അവിടെ ചെയ്തു. അള്ളാഹുവിന് വേണ്ടി അനുസരിച്ചു. അള്ളാഹുവിന്റെ ഇഷ്ടമെന്തോ അതവിടെ നടപ്പാക്കുകയാണ് ചെയ്തത്. ഇത് അള്ളാഹുവിന് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ് ഉമ്മ. അള്ളാഹു പൊരുത്തപ്പെടുമോ? എനിക്ക് പൊരുത്തമാണ്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം ഇങ്ങനെയാണ്. അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒരു ബിസിനസ് തുടങ്ങുകയാണ്, അള്ളാഹുവിന് ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ്. അള്ളാഹുവിന് ഇഷ്ടമല്ലയോ? എനിക്ക് ആ വരുമാനം വേണ്ട. ആ തീരുമാനം എടുക്കാൻ കഴിയലാണ് ഒരു സത്യവിശ്വാസിയുടെ ഈമാനിന്റെ അടയാളം. അങ്ങനെ അള്ളാഹുവിനുള്ള അനുസരണ, സബ്മിഷൻ ടു ദ വിൽ ഓഫ് അള്ളാഹ്. അള്ളാഹുവിന്റെ ആഗ്രഹം എന്തോ അത് തിരുനബിയുടെ വചനങ്ങളിലൂടെ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് എത്തിയത് എന്തൊക്കെയാണോ അതനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്തുക. ഇതാണ് റമളാനിലെ നോമ്പിലൂടെയുള്ള അനുസരണയിലൂടെ
അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ആ തരത്തിലുള്ള ഒരു ഇബാദത്തിന്റെ തൗഫീഖ് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കാണാൻ കഴിയും. അള്ളാഹുവിന് ഇഷ്ടമോ എങ്കിൽ അത് നടക്കട്ടെ. സ്വന്തം ഇഷ്ടത്തിനെതിരായിരിക്കാം, പക്ഷെ എനിക്ക് പ്രശ്നമല്ല, അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നടക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന ഒരു സത്യവിശ്വാസി അള്ളാഹുവിനോട് അതാണ് ചോദിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക സബാത ഫിൽ അംരി വൽ അസീമത ഫിർ റുഷ്ദ്. അല്ലാഹുവേ, നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യാനും നിനക്ക് വേണ്ടി ജീവിക്കാനും നിനക്ക് വേണ്ടി മരിക്കാനും നിനക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാനുമുള്ള ആ ഒരു സൗഭാഗ്യം നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്കത് നൽകണമേ റബ്ബേ. റമളാനിന്റെ രാപ്പകലുകളിൽ എത്രയോ ആളുകൾക്ക് നരകമോചനം കൊടുക്കുന്ന ഈ സമയത്ത് അല്ലാഹുവേ, നരകമോചനത്തിന് സാധ്യമാകുന്ന ഒരു നല്ല ജീവിതം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്ക് ഭാര്യ സന്തതികൾക്ക് നൽകണേ റബ്ബേ. പ്രത്യേകിച്ച് നമ്മുടെ യുവതികൾക്ക്, ചെറുപ്പക്കാരികൾക്ക്, പെൺകുട്ടികൾക്ക് അല്ലാഹുവേ വഴിതെറ്റിപ്പോവാതെ ഞങ്ങളുടെ മക്കളെയൊക്കെ നീ കാക്കണേ പടച്ചവനെ. അങ്ങനെയാണ് നമ്മുടെ മക്കൾ നന്നാവുന്നത് അല്ലാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ്. ഈമാനിന്റെ പ്രകടമായ ഒരു അടയാളം നമ്മുടെ മക്കളിൽ നന്മ കാണലാണെന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അന്ന് പെരുന്നാൾ ദിവസം എല്ലാ മക്കളും നല്ല വസ്ത്രമിട്ട് നടക്കുമ്പോ ബഹുമാനപ്പെട്ടവരുടെ രാജാവെന്ന് ഇസ്ലാമിൽ പറയില്ല, ഖലീഫയാണ്, ഭരണാധികാരിയാണ്, പ്രതിനിധിയാണ്. ഖലീഫത്തു റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധി എന്നൊക്കെ പറയുന്ന പോലെ ദീനിന്റെ പ്രതിനിധിയാണ് മഹാനായ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോൻ കീറിയ വസ്ത്രം ധരിച്ച് മുമ്പിലൂടെ നടന്നു വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ടവരെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർത്തത്. അപ്പൊ കുട്ടി ചോദിക്കുകയാണ്, 10-11 വയസ്സുള്ള മോൻ, പാപ്പ എന്തിനാ നിങ്ങൾ ഈ കരയുന്നത്? ഒന്നുമില്ല മോനെ, നിന്റെ കൂട്ടുകാരായ നാട്ടുകാരായ പിള്ളേരൊക്കെ നല്ല വസ്ത്രമിട്ട് നടക്കുമ്പോ ഈ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രല്ലേ ഖലീഫയുടെ മോനായ എന്റെ മോനായ അബ്ദുള്ള നിങ്ങൾ ഉടുത്തിട്ടുള്ളത് തുന്നിവെച്ച വസ്ത്രമല്ലേ, എനിക്കത് കാണുമ്പോൾ വിഷമം തോന്നുകയാണ് എന്ന് പറഞ്ഞു വാപ്പ. കാരണം ഗവൺമെന്റിന്റെ പൈസയിൽ നിന്ന് ഒന്നും അനർഹമല്ലാത്തത് ഒന്നും എടുക്കൂല എന്ന് പറഞ്ഞ മഹാനാണ്, അത് ജീവിതത്തിൽ കാണിച്ച മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. എല്ലാ ഖലീഫമാരെ പോലെ തന്നെ. അപ്പൊ മോനൊരു വാക്ക് പറഞ്ഞു ഇങ്ങോട്ട് വാപ്പയോട്, ഉപ്പാ കരയെ, എന്റെ ഈ ഡ്രസ്സ് കണ്ടിട്ട് കരയെ. നല്ല പക്വമായൊരു വാക്ക് പറഞ്ഞു, ഉപ്പാ ഇന്നമാ യബ്കി മൻ അശാ റബ്ബാഹ് വഅഖ ഉമ്മഹു വഅബാഹ് വഅന ലസ്തു മിൻഹും യാ അബതാഹ്. മോൻ പറഞ്ഞ വാക്കാണ്. ഉപ്പാ എന്തിനാണ് സങ്കടപ്പെടേണ്ടത്? ഇന്നമാ യബ്കി മൻ അശാ റബ്ബാഹ്. തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ ഉടമസ്ഥനായ അല്ലാഹു, അവനെ അനുസരിക്കാത്തവരല്ലേ വാപ്പാ കരയേണ്ടത്, അള്ളാഹുവിനറിയാത്തവരല്ലേ കരയേണ്ടത്. സ്വന്തം മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയവനല്ലേ കരയേണ്ടത്, സ്വന്തം മാതാപിതാക്കളെ ധിക്കരിച്ചവരല്ലേ കരയേണ്ടത്, അള്ളാഹുവിനെ ധിക്കരിച്ചവരല്ലേ കരയേണ്ടത്. ഉപ്പാ ഈ 2 പാതകവും നിങ്ങളുടെ മോൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്റെ വിഷയത്തിൽ എന്തിനാണ് ഉപ്പ സങ്കടപ്പെടുന്നത്? വാപ്പാക്ക് തിരുത്തി കൊടുക്കണം, തിരുത്തുകയല്ല, വാപ്പയെ ഓർമ്മപ്പെടുത്തുകയാണത്. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.